പൂക്കളെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, ചെടികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ബൊഗെയിൻവില്ല പൂക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഒക്കെ നടത്തി വളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് പൂക്കൾ വരാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. എന്നാലും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ തീർച്ചയായിട്ടും നിറഞ്ഞ് പൂക്കളുണ്ടാവും. ബൊഗെയിൻവില്ല പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടം പോലെ പല നിറത്തിൽ ഇപ്പോൾ കിട്ടാനുണ്ട്. പക്ഷെ ഒരുവിധം നല്ല വില കൊടുത്താലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു കുറച്ച് ചിലതൊക്കെ ചീത്തയായി പോകുമെങ്കിലും എന്നാലും നമുക്ക് കുറേയൊക്കെ പിടിച്ച് കിട്ടുന്നതായിരിക്കും. ചെറിയ ചെറിയ കമ്പുകൾ കിട്ടിയാൽ നമുക്ക് അതുകൊണ്ടൊന്ന് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളെടുത്ത് ഞാൻ പിടിപ്പിച്ച തൈകളും അത് റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതെന്തെങ്കിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കണ്ടോ, എന്ത് രസമാണ് നിൽക്കുന്നതിൻ്റെ കളറ്, നല്ല റോസ് കളർ, റോസാപ്പൂവിൻ്റെ കളർ പോലെ അല്ലേ. ഇതൊക്കെ വേറെ വേറെ കളറുകൾ ഉണ്ടോ. ഇത് ചെറിയൊരു തൈയാണ് കേട്ടോ. ഞാൻ 2 കമ്പ് അതിൽ വെച്ചിരുന്നു. അതിൽ ഒരു കമ്പ് എന്താ പറയുക, ഇലയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറിച്ചു നോക്കിയപ്പോൾ അതിൽ വേരുണ്ട്. പറിക്കണ്ടായിരുന്നു അല്ലേ. ഇനി അറിയില്ല പിടിക്കും. എന്തായാലും അവിടെ തന്നെ ഞാൻ കുഴി കുഴിച്ചിട്ട് വെക്കാൻ പോവാണ്. ചിലപ്പോൾ അതിന് ഇലയൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഇത് നമ്മുടെ ഉമിയില്ലേ, നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന അതിൻ്റെ തൊണ്ട്, ഉമി എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. പിന്നെ നമ്മുടെ കമ്പോസ്റ്റും പിന്നെ എന്താ പറയുക, ഇത്തിരി എല്ലുപൊടി, ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കമ്പോസ്റ്റ് എടുത്തൊക്കെ ഇവിടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്തിരി സൂഡോമോണസ് അല്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റില്ല. ചെടി നന്നായിട്ട് വളരും, പൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉമിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് ഞാൻ പിടിപ്പിച്ചിരുന്നത് ഇത് ചെറിയൊരു പോട്ടിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ്. അപ്പോൾ വേറൊരു പോട്ടിലേക്ക് കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ ഉണങ്ങിയ കരിയില നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. ഇതുപോലെ കരിയില എടുത്ത് വെച്ചേക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ റീപോർട്ടിങ് നമുക്ക് എപ്പോഴും ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ തൈ തന്നെയല്ലേ. അപ്പോൾ ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നല്ലപോലെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ പഴയ പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഹോളൊക്കെ നല്ല സെറ്റാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നട്ട തൈ ഉണ്ടല്ലോ, അത് നമ്മൾ പറിച്ച് നടാനുള്ളതല്ലേ, അതിനുള്ള സ്പേസും കൂടെ ഇടണം. അത് നല്ല പോട്ടി മിക്സിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പോട്ടി മിക്സ് മാറ്റേണ്ട ആവശ്യമില്ല. എന്നാലും കൂടുതലാണെങ്കിൽ ഒത്തിരി ചെടി ഉണ്ട്, ഇത് ഇത്തിരി കുറച്ച് കൂടുതൽ മണ്ണുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചത് മണ്ണൊന്ന് മാറ്റിയ ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ലീഫുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ് പ്രൂണിങ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മളിതിനെ വളരെ സൂക്ഷിച്ച് വേണം പറിച്ചെടുക്കാനായിട്ട്, വേരൊന്നും ഇളകി പോകാതിരിക്കാനായിട്ട്. അടിയിൽ ഇത്തിരി മണലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ഗ്രാവലാണ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മാറ്റുന്നുണ്ട് ഞാൻ. അടിയിൽ കുറച്ച് മണ്ണും കൂടെ മാറ്റാം, അല്ലെങ്കിൽ ഉണ്ടോ കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ വേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി സൈഡിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കത് നടുക്കോട്ട് എപ്പോഴും നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ പോട്ടിൻ്റെ നടുക്ക് സെൻട്രലായിട്ട് വരണം. അപ്പോൾ ആ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് കുറച്ച് പോട്ടി മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉമ്മി കിട്ടുവാണെങ്കിൽ നിങ്ങളിത് ഉമ്മിയും കൂടെ ചേർത്ത് നടണേ. കാരണം ഇത് ചൂടാണല്ലോ ഈ പ്ലാന്റിന് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ഉമ്മി ഉണ്ടെങ്കിൽ ചൂട് കിട്ടും. പിന്നെ തന്നെയല്ല നല്ല നീർവാർച്ച ഉണ്ടാകും. മണ്ണ് നല്ല ഇളക്കമുണ്ട്. മണ്ണൊരിക്കലും ഒട്ടും തറഞ്ഞു പോകില്ല കേട്ടോ ഈ ഉമ്മിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കൊക്കോപീറ്റ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇപ്പോൾ ഈ ഉമ്മി ചേർക്കുമ്പോൾ കൊക്കോപീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കൊക്കോപീറ്റ് ചേർക്കുമ്പോൾ നമ്മൾ നല്ല കൊക്കോപീറ്റ് ചേർക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെടി ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ഉപയോഗിക്കാൻ. ഇതിൽ പൂ വന്നിട്ടില്ല കേട്ടോ. ഇതും വേറൊരു കളറാണ്. ഇതിൽ പൂ വന്നിട്ടില്ല. നമുക്ക് കുറച്ച് വളവും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടിനി പൂത്തോളും ചെടി. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കാം.
പിന്നെ ചെറിയ തൈ ഉണ്ടല്ലോ അതിപ്പം നമ്മൾ മാറ്റി നടണ്ടായിട്ട് ഇനിയും കുറേ തൈ ഇലകളൊക്കെ വന്നിട്ട് ഇത്രയൊക്കെ ആയിട്ട് വേണം നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാനായിട്ട്. തീരെ ചെറുതായിട്ട് എടുത്ത് പറിച്ച് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഡാമേജ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നനച്ചും കൂടെ കൊടുക്കാം. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.